പ്രിയപ്പെട്ടവരെ നമസ്കാരം, വലിയ സ്നേഹ നമസ്കാരം. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിജയ് തമ്പി സാറാണ് അല്പ നിമിഷം നമ്മളോട് നമ്മുടെ കേരള കുംഭമേള മഹാമാഘ ആഘോഷം അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കുകയാണ്. കേട്ടു നോക്കാം. സർ നമസ്തേ. നമസ്തേ. എന്താണ് സർ നമ്മുടെ കേരള കുംഭമേള മഹാമാഘ മഹോത്സവം? അതൊരു വല്ലാത്ത അനുഭവം തന്നെ കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ക്ഷേത്രങ്ങളിലേക്ക് ഉത്സവത്തിന് ഇപ്പൊ തൃശ്ശൂർ പോലെയുള്ള പരിപാടികൾക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർ വരാറുണ്ട്, വന്നു പോകാറുണ്ട്. പക്ഷെ അതൊരു ക്ഷേത്രത്തിലെത്തുക അല്ലെങ്കിൽ ഉത്സവത്തിനെത്തുക. പക്ഷെ ഇതൊരു ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി അങ്ങനെ ഒരു വേണ്ടി ഈ സന്യാസിമാരുടെ നേതൃത്വം നടക്കുന്ന ഈ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് അതിൽ തോന്നുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു ജനക്കൂട്ടം. ഇപ്പൊ ഞാൻ സ്വാമിജിയായി സംസാരിക്കുകയായിരുന്നു. സ്വാമിജി ഞാൻ ഒരു എത്രയോ വർഷമായിട്ട് അടുപ്പമുള്ളതാണ്. അദ്ദേഹം മഹാമണ്ഡലേശ്വരാകുന്നതിന് മുമ്പുള്ള പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാര്യം കുറച്ച് ആൾക്കാർ 5000 പേരെയൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ഇന്നലെ മാത്രം ഒരു 7 ലക്ഷത്തിൽ പല ആൾക്കാരോടുണ്ടായിരുന്നു. ഇന്നും നാളെയും 10 ലക്ഷത്തോളം ആൾക്കാരാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ഒരു കേരളത്തിലെ ഒരു ഹൈന്ദവ ജനതയുടെ ഒരു പുതിയ ഉണർവാണ്. ഇനിയിപ്പോ എല്ലാ വർഷവും അത് കൃത്യമായിട്ട് നടക്കും. അപ്പൊ അതൊരു എന്താ പറയാ, ഒരു മൊത്തത്തിലൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാകുന്നതിന്റെ തുടക്കമാണ്. ഇപ്പൊ തന്നെ ശബരിമലയിലെ വിഷയത്തിൽ തന്നെ ഇത്രയും കാലവും ശബരിമലയെ എല്ലാ രീതിയിലും നശിപ്പിക്കാനും മോക്ഷിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നവരെ ഒരു നിവൃത്തിയുമില്ലാതെ അയ്യപ്പസ്വാമി തന്നെ വടിയുമായിട്ട് ഇറങ്ങുന്ന അയ്യപ്പസ്വാമിയുടെ ആയുധം എന്ന് പറയുന്നത് പലരും പറയും അമ്മില്ലും വാളും ഒക്കെയാണ്. അതൊന്നുമല്ല, യഥാർത്ഥ ചൂരലാണ് ആയുധം. ആ ആയുധം കൊണ്ട് അടിച്ചു പഠിപ്പിക്കുന്ന ആളാണ് ധർമ്മശാസ്ത്രാവ്. ശാസിക്കുന്ന ആളാണ്. ആ ശാസിക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു. അതെല്ലാം മാറ്റങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു പുതിയ മാറ്റം ഈ 2026 എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഒരു കേരളത്തിലെ ഹിന്ദുക്കൾക്ക് ഒരു ഉണർവിന്റെ സമയമാണ്, മാറ്റത്തിന്റെ സമയമാണ്. അത് തീർച്ചയായിട്ടും ഈ കുംഭമേള, അതുപോലെ ഇപ്പൊ ശബരിമലയിലെ ഇഷ്യൂസ്, അതുപോലെ ഇനി ഓരോ കാര്യങ്ങളിലൂടെ കുംഭമേളയെ നല്ല ഇതിന് പറയേണ്ടത്. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ട് എത്രയോ കാലം മുമ്പ് നടന്നുകൊണ്ടിരുന്ന മഹോത്സവം, അത് മാമാങ്കം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷുകാരാണ് ഇത് നിരോധിച്ചത്. ഇപ്പൊ വീണ്ടും നിരോധിക്കാൻ നമ്മുടെ പിണറായി സർക്കാർ ഒന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ അത് നിരോധിക്കണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോഴാണ് ഇതിന് കുറച്ചുകൂടെ ശക്തി ഉണ്ടാവുക. പക്ഷെ അവസാനം അത് മനസ്സിലായി, അവർക്ക് നിരോധിച്ചാൽ ഇത് നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവസാനം അതിൽ നിന്ന് പിന്മാറിയത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ ശക്തമായിട്ട് എന്ന് പറഞ്ഞു, നിരോധിക്കുക തന്നെ വേണം. നിരോധിച്ചിട്ട് അതിനെ നമുക്ക് ദൂരെ എറിഞ്ഞുകൊണ്ട് വേണം അവർ നടത്തേണ്ടിയിരുന്നത്. പക്ഷെ എന്തായാലും നടന്നു. ഇനി എല്ലാ വർഷങ്ങളിലും ഇതിനപ്പുറമായിട്ട് നടക്കും. ഇതൊരു ഹിന്ദുക്കളുടെ ഒരു വലിയ കൂട്ടായ്മയായി, ഒരു വലിയ ഒരു സംഭവമായി ഇത് മാറും. കേരളത്തിന്റെ ഒരു കുംഭമേളയായിട്ട് ഇത് അറിയപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഇന്നാണ് എനിക്ക് വരാൻ പറ്റിയത്. ആദ്യത്തെ ദിവസം തൊട്ട് വേണമെന്ന് സ്വാമിജി എന്നോട് പറഞ്ഞാണ്. പക്ഷെ നേരത്തെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എത്താൻ പറ്റിയില്ല. സാർ നമ്മൾക്കറിയാം, ഇപ്പൊ പുട്ടിന് പീരിയഡ് പോലെ കേൾക്കുന്നൊരു വാക്കാണ് മതേതരത്വം എന്നുള്ളത്. അത് ശരിക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നാട്ടിലെ സെലക്റ്റീവ് മതേതരത്വം, ഈ സെലക്റ്റീവ് മതേതരം നമുക്കറിയാം. ഇപ്പൊ മാരമൺ കൺവെൻഷൻ ആണെങ്കിലും മറ്റ് ഒട്ടേറെ ആണ്ട് നേർച്ചകൾ പോലെയുള്ള ഇസ്ലാമിക ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെയൊക്കെ ഈ പിണറായി സർക്കാർ ആയാലും ഇനി മുൻപുള്ള ഇടത് വലത് 2 സർക്കാരുകളാണെങ്കിലും കാണിച്ചു കൂട്ടുന്നതും നമ്മളെ ഹിന്ദു സമൂഹത്തോട് കാണിക്കുന്ന ആ ഒരു ചിറ്റമ്മ നയം, ഇരട്ടത്താപ്പ്, അത് സാർ എങ്ങനെ കാണുന്നത്? എന്താ സംശയം അതില്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? അത് അവരെ ഞാൻ കുറ്റം പറയില്ല. കുറ്റം പറയുന്നത് നമ്മൾ ഹിന്ദുക്കളെ മാത്രമാണ്. കാര്യം ഹിന്ദുക്കൾ എന്തുകൊണ്ട് ഒന്നിക്കുന്നില്ല? ഇപ്പൊ വലിയൊരു രീതിയിലൊരു ഇത് കൊടുത്തല്ലോ, മറ്റേ നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ സമാജത്തിലെ ഏറ്റവും പ്രബലരായ 2 സാമുദായിക നേതാക്കന്മാർ ഞങ്ങൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കാര്യം മാറിയില്ലേ? എന്തുകൊണ്ടാണത്? അങ്ങനെ ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവിടെ മറ്റു പലർക്കും പ്രശ്നമുണ്ടാവും. അപ്പൊ അത് ഒന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി പല രീതിയിലും ശ്രമിക്കും. അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കണം. ഈ ജാതി ചിന്തകളൊന്നും നമുക്ക് ഹിന്ദുക്കളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിക്കുന്നതേ ആ ഒരു ചിന്തയോടുകൂടി, ആ ഒരു ജാതിയുടെ പേരിലാണ് ജനിക്കുന്നത്. പക്ഷെ ആ ജാതി വർഗ ഭേദങ്ങളെല്ലാം മറന്ന് ഞാൻ യഥാർത്ഥ ഹിന്ദുവാണ്, ഞാനിത് സ്വാഭിമാനി ഹിന്ദുവാണ് എന്നുള്ള രീതിയിൽ എന്ന് ഹിന്ദുക്കൾ ഉണർന്ന് മുന്നോട്ട് വരുവോ അന്ന് മാത്രമേ ഹിന്ദുക്കൾക്ക് ഒരു വേല കേരളത്തിലുണ്ടാവൂ. ഇന്ന് നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ജാതിയൊക്കെ ഉണ്ട്. ജാതി ഇല്ലാത്ത എവിടെയാ? ജാതി ഉള്ളത് ഹിന്ദുക്കളിൽ മാത്രമാണ്. അപ്പോൾ ജാതി ഉണ്ടെങ്കിൽ പോലും അവിടെ ഞാനൊരു ഹിന്ദുവാണ്, ഐ എം എ പ്രൗഡ് ഹിന്ദു എന്ന് പറയാനൊരു ആർജവം അവിടെ ഉണ്ട്. ഇവിടെ എത്ര പേര് പറയുന്നുണ്ട് ഐ എം എ പ്രൗഡ് ഹിന്ദു എന്ന്? ഒരു ഹിന്ദു എന്ന് പറയാൻ ഇവിടെ എത്ര പേര് ആർജവം കാണിക്കുന്നു? ഞാനിവിടെ ഒരു ക്രിസ്ത്യാനി, അവൻ കഴുത്തിൽ കുരിശിട്ടുകൊണ്ട് പോകാൻ അവന് മടിയില്ലല്ലോ. അവൻ എല്ലാ ഞായറാഴ്ചകളും പള്ളിയിൽ പോകാനും കുമ്പസാരം കൂടാനും അല്ലെങ്കിൽ കുർബാന കൂടാനും അവന് മടിയില്ലല്ലോ. അതുപോലെ മുസ്ലിം ആണെങ്കിൽ അവൻ ഈ പറഞ്ഞ 5 നേരം നിസ്കരിക്കാം. പോട്ടെ,
ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാനെങ്കിലും അവൻ പോകുന്നുണ്ടല്ലോ, അവൻ വ്രതമെടുക്കുന്നുണ്ടല്ലോ, അവൻ നോമ്പെടുക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരു കുറിയെങ്കിലും ഇട്ടുകൊണ്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴുത്, ഇല്ലെങ്കിൽ വീട്ടിലൊരു വിളക്ക് എത്തിച്ച് സ്വന്തം ഇഷ്ടദേവനെ ഒന്ന് ആരാധിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അത് എന്തുകൊണ്ട് മാറുമോ? ഞാനൊരു ഹിന്ദുവാണെന്നോ, ഞാൻ എന്റെ ഇഷ്ടദേവനെ ആരാധിക്കുമെന്ന് ഞാൻ ധൈര്യപൂർവ്വം കുറിയോ അല്ലെങ്കിൽ ചന്ദനമോ അല്ലെങ്കിൽ ഭസ്മോ അല്ലെങ്കിൽ കുങ്കുമോ നെറ്റി ധരിക്കുമെന്നും എന്ന് പറയാൻ ധൈര്യമുണ്ടോ, എന്ന് കാണിക്കാൻ ധൈര്യമുണ്ടോ, അന്നേ ഹിന്ദുക്കൾ കേരളത്തിൽ രക്ഷപ്പെടും. അത് ഒരു സംശയമാണ്. സർ, ഇന്ന് നമ്മൾക്കറിയാം 3ആയിട്ട് ഹിന്ദു സമൂഹത്തെ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇടത് വലത് എന്ന 2 പേരിലും, മറ്റൊന്ന് നമ്മൾക്കറിയാം സംഘികൾ എന്ന് വിളിക്കുന്ന ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ. ഈ 3 വിഭാഗത്തെ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടത് വലത് തരംതിരിക്കപ്പെട്ട ആ 2 ഹിന്ദുക്കളുണ്ട്. ഇന്നും ഈ മഹാകുംഭമേളയ്ക്ക് ഇവിടെ ഈ മഹാമാഘ ഉത്സവത്തിൽ പങ്കെടുക്കാതെ ഇപ്പോഴും രാഷ്ട്രീയ അടിമത്തം പേറിക്കൊണ്ട് സംശയിച്ച് നിൽക്കുന്നുണ്ട്. ആ ഇനി വരാനിരിക്കുന്ന ആളുകളോട് എന്താണ് സർ പറയാനുള്ളത്? കേരളത്തിലെ ഒരു ജനസംഖ്യ കണക്കനുസരിച്ച് ഒരു 3 കോടി, ഒരു 3.5 കോടിയോളം ആൾക്കാരാണ് ഹിന്ദുക്കളായിട്ട് പറയപ്പെടുന്നത്. പക്ഷെ ഇതിൽ എത്ര പേര് ഹിന്ദുക്കളുണ്ട്? ഹിന്ദു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു ജാതി മത വർണ്ണമൊന്നുമല്ല, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ ജീവിക്കുന്നതിന് മാത്രമേ ഹിന്ദു ആവുന്നുള്ളൂ. അല്ലാത്തവരൊന്നും ഹിന്ദു പറയും. നാമധാരികളെല്ലാം ഹിന്ദു ആവുമോ? പിണറായി വിജയൻ നിങ്ങൾ ഹിന്ദു എന്ന് പറയാൻ പറ്റുമോ? പിണറായി വിജയൻ നാമത്തിൽ ഹിന്ദുവാണ്, പക്ഷെ ഒരു ഹിന്ദു തത്വം അനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹിന്ദു, പക്ഷെ ആ ഹിന്ദുക്കളിലേക്ക് മറ്റു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ ഇടത് വലത്, പണ്ട് നാറാണത്ത് ഭ്രാന്തന്റെ ഒരു കഥയുണ്ട്. അദ്ദേഹം ഒരു ശ്മശാനത്തിൽ രാത്രി ഉറങ്ങാൻ പോയപ്പോ അവിടെ കാളികൂടികൾ രാത്രി നൃത്തം ചെയ്യാൻ വന്നു. അപ്പം ഇദ്ദേഹത്തെ കണ്ടു. ഇദ്ദേഹത്തിന് പേടിയൊന്നും തോന്നിയില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഞങ്ങളെ കണ്ട സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു വരം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് വരവൊന്നും വേണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോളാം, എനിക്ക് വരവൊന്നും അത് പറ്റില്ല, ഞങ്ങളെ കണ്ട സ്ഥിതിക്ക് വരം തരാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇടത് കാലിലായിരുന്നു മന്ത്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, അത്ര എളുപ്പത്തിലാണ് എന്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലോട്ട് ആക്കിക്കോളും. അതാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇടത് കാലിലെ മന്ത് നമ്മൾ വലത് കാലിലാക്കിയാൽ അത് ഇതിനേക്കാളും അബദ്ധമായി തീരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിന്ന് ഹിന്ദുക്കൾക്ക് വേണ്ടി ആരാണ് രാഷ്ട്രീയം വേണ്ടെന്നല്ല പറയുന്നത്, രാഷ്ട്രീയം വേണം. പക്ഷെ നമ്മുടെ ഹിന്ദുക്കൾക്ക് വേണ്ടി, ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി ഇവിടെ ഈ പറഞ്ഞ ഇടത് വലത് എത്ര പേര് ഇവിടെ വന്നു? ഇവിടെ ഈ മഹാമഹ ഉത്സവത്തിന് എത്ര പേര് വന്നു? എത്ര മന്ത്രിമാര് വന്നു? എത്ര MLA മാര് വന്നു? എത്ര MP മാര് വന്നു? പക്ഷെ വേറൊരു സ്ഥലത്തായിരുന്നെങ്കിൽ ഇവന്മാരുടെ പെട്ടിയെടുക്കില്ലായിരുന്നു. അത് മനസ്സിലാക്കി എന്ന് ഹിന്ദു ഉണരുവോ അന്ന് മാത്രമേ ഹിന്ദുവിന് കേരളത്തിന് രക്ഷയുള്ളൂ. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. സർ, നമ്മൾക്കറിയാം അധർമ്മം നടമാടുമ്പോൾ ധർമ്മം പരിപാലിക്കാൻ ഭഗവാൻ അവതാരം കൊള്ളുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ ഭഗവത്ഗീതയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവന സ്വാമിജി എടുത്ത ഈ വലിയൊരു എഫേർട്ട് തന്നെയാണ് ഈ ഒരു മഹാകുംഭമേളയെ നമ്മൾ എടുത്തു പറയേണ്ട ഒന്ന്. അതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് ഓർത്തെടുക്കുകയാണ് സാർ, എങ്ങനെ പറയും? അല്ല, അദ്ദേഹത്തിന് ഒരു നിമിത്തമായതാണ് അദ്ദേഹം. കാര്യം ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഭാരതത്തിന്റെ ഒരു അവസ്ഥ എടുക്കും. ഭാരതം 2014 മുമ്പുള്ള ഭാരതം, 2014 ശേഷമുള്ള ഭാരതം, അങ്ങനെ 2 തിരിക്കും. ആ ഭാരതത്തിന് 2014 മുമ്പുള്ള ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? 2014 ശേഷമുള്ള ഭാരതത്തിന്റെ അവസ്ഥ എന്താണ്? ഇന്ന് ഭാരതം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ലോക ഗുരുവായി, വിശ്വഗുരുവായി മാറിക്കൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി, അദ്ദേഹം ഇന്ന് ഏത് രാജ്യത്ത് പോയാലും അദ്ദേഹത്തിന് ആ രീതിയിലാണ് സ്വീകരണം. പണ്ടത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പണ്ട് അമേരിക്കയിൽ പോയി പ്രസിഡന്റിനെ കാണാൻ ഒരു ദിവസം കാത്തിരുന്നിട്ടുണ്ട്, പ്രസിഡന്റ് പാലസിന്റെ മുമ്പ് കാത്തിരുന്നിട്ടുണ്ട്. ഇന്ന് നരേന്ദ്രമോദിജി എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പ്രസിഡന്റ് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്ന അവസ്ഥ. അപ്പൊ അതെന്താണ്? അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളുടെ ഒരു മാറ്റമാണ്. നരേന്ദ്രമോദിജിക്ക് ഇപ്പം നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ഓരോ കാലങ്ങളിൽ സംഭവാമി യുഗേ യുഗേ എന്നാണ്. അപ്പൊ ഓരോ കാലങ്ങളിൽ ഓരോ കാര്യത്തിനായിട്ട് ഭഗവാൻ അവതരിക്കും. ഭഗവാൻ അവതരിപ്പിക്കുന്ന ഭഗവാൻ ഇറങ്ങി വരികയല്ല, ഭഗവാൻ ഓരോരുത്തരിലൂടെ അവതാരമായി മാറുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദിജിയും ഒരു അവതാരമാണ്. ഇപ്പോ നമ്മുടെ മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി സ്വാമികൾ അത് മറ്റൊരു അവതാരമാണ്. ചിദാനന്ദപുരി സ്വാമിജി മറ്റൊരു അവതാരമാണ്. പണ്ട് നമുക്ക് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ചട്ടമ്പി സ്വാമി ആയാലും ശരി, ശ്രീനാരായണ ഗുരുദേവനായാലും ശരി, ശുഭാനന്ദ ഗുരുദേവനായാലും ശരി, അയ്യങ്കാളി ആയാലും ശരി, അതുപോലെ ഒരുപാട് പേര് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലങ്ങളിൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു കാലത്ത് ഇതുപോലെ ഹിന്ദു സംസ്കാരം നശിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്ന എവിടെയാ? മലപ്പുറം. ഈ മലപ്പുറം എവിടെ? തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടാ. തുഞ്ചത്തെഴുത്തച്ഛനായാലും ശരി, അല്ലെങ്കിൽ മേൽപ്പത്തൂരായാലും ശരി, ക്രൂരമ്മയായാലും ശരി, അവരെല്ലാം ഈ നാട്ടിൽ ജനിച്ച നാടാണ്. ആ ഒരു കാലഘട്ടത്തിൽ അന്ന് ഹൈന്ദവ
ആ സംസ്കാരം നശിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇവര് വന്നത്. അപ്പൊ ഈ കാര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും ഓരോ അവതാരം ഉണ്ടാവും. ആ അവതാരം ഇനിയും തുടർന്നുകൊണ്ടേ. സർ, നമ്മൾക്കറിയാം മഹാഭാരതപ്പുഴയാണ് നമ്മുടെ ഭാരതപ്പുഴ. നിള എന്ന് വിളിക്കുന്ന മറ്റൊരു പേരിൽ. ഭാരതപ്പുഴയെ അഴുക്കുചാലാക്കി മാറ്റുമെന്നായിരുന്നു വലിയൊരു പ്രചാരണം കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ സേവാഭാരതിയുടേതായാലും അമൃതാനന്ദമയി മഠത്തിലെ ആ വോളണ്ടിയേഴ്സിന്റെ ആയാലും അവരുടെയൊക്കെ ആ ഒരു സേവനം നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അല്ല, യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതെങ്ങനെ നടക്കുന്നു എന്ന് പോലും അറിയില്ല. കാരണം ഇത്രയും പ്രതീക്ഷിച്ചില്ലല്ലോ. ഒരു വളരെ പ്ലാനിങ്ങോടുകൂടി ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ ഇത്. പക്ഷെ അത് യഥാർത്ഥം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ശബരിമലയിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ എന്താ? വലിയ പ്ലാനിങ്ങോടുകൂടി ഇത്രയും വർഷം നടക്കാൻ പോകുന്നു, അടുത്ത വർഷം ഈ സമയത്ത് ഈ 60 ദിവസം ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അവിടെ കാണിക്കുന്ന എന്തെല്ലാം കാണുന്നത്? പോലീസുകാർ, സർക്കാർ. ഇവിടെ ഒരു സർക്കാരും ഇല്ല, പോലീസും ഇല്ല. പോലീസ് ഉണ്ടാവും, അത് നിയന്ത്രിക്കാൻ. പക്ഷെ മറ്റുള്ള സേവന പ്രവർത്തനം ഇതാണ്. നമുക്കൊരു ഭക്തി എന്ന് പറയുമ്പോൾ സേവയും അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഭക്തി, അതായത് മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയുന്ന ആ ഒരു സേവ അതിന്റെ ഒരു ഭാഗം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആവശ്യം തന്നെയാണ്. എന്തായാലും സാർ, ഇനി വരാനിരിക്കുന്ന കുറെ ഹിന്ദു സഹോദരങ്ങൾ അവരവരുടെ വീടുകളിലുണ്ട്. അവരോട് ഒരു സന്ദേശം എന്താണ് കൊടുക്കാറുള്ളത്? അല്ല, യഥാർത്ഥം പറഞ്ഞാൽ ഇവിടെ വരിക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്ഷേത്രത്തിൽ വരുന്ന പോലെയല്ല. ഇതൊരു സംസ്കാരത്തിലേക്ക് വരിക. ഈ സംസ്കാരത്തിന്റെ ഭാഗമായി മാറുക. ഇപ്പൊ വരാൻ പറ്റാത്തവർക്ക് ഇനിയും വർഷങ്ങളിൽ ഉണ്ടാവും. ഇനി അടുത്ത വർഷങ്ങളിൽ ഇതിനേക്കാൾ ആളുണ്ടാവും. തീർച്ചയായിട്ടും വന്നിരിക്കും. യഥാർത്ഥ ഹിന്ദു ആണെങ്കിൽ, സ്വാഭിമാനി ഹിന്ദു ആണെങ്കിൽ അയാൾക്ക് ഇവിടെ വരാതിരിക്കാൻ കഴിയില്ല. കാരണം ഭാരതത്തിലെ ഒരേ ഒരു പുഴ, ഭാരതപ്പുഴ നമ്മുടെ കേരളത്തിലാണ്. ഇവിടെ നമ്മുടെ അടുത്ത സുഹൃത്തും നമ്മുടെ ഗുരുതുല്യനുമായ ഡോക്ടർ ശ്രീനാഥ് കാര്യായിട്ട് അദ്ദേഹം ഈ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനമായ ത്രിമൂർത്തി മലയിൽ നിന്നും അദ്ദേഹം സാക്ഷാൽ മേരുവുമായിട്ട് വരാൻ ശ്രമിച്ചു. അത് ഇവിടുത്തെ പിണറായി സർക്കാർ പോലെ മറ്റൊരു അലവലാതി സർക്കാരായ തമിഴ്നാട് സർക്കാർ അതിനെ തടഞ്ഞെങ്കിലും അദ്ദേഹം തിരിച്ചുകൂടെ കൊണ്ടുവന്നിരിക്കുന്നു. അതും ഇവിടെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു എഫേർട്ട് ഉണ്ട് ഇതിനകത്ത്. അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, മഹാമണ്ഡലേശ്വര മാത്രമല്ല, ഒരുപാട് പേര് ചേർന്ന്. മോഹൻജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ അതിനുവേണ്ടി തന്നെ ക്യാമ്പ് ചെയ്യുന്നു. ഇവിടെ വരുന്നവർക്കെല്ലാം അദ്ദേഹത്തിന്റെ അമ്മു കെയറാണ് അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് പേര് ഒന്നിച്ചു ചേരുന്ന ഒരു കൂട്ടായ്മയാണ് ഈ ഉത്സവത്തിന്റെ വിജയം. ഇതെല്ലാ വർഷവും തുടരുക തന്നെ ചെയ്യും. എന്തായാലും വളരെ നന്ദി സാർ. നമ്മുടെ ഈ കുറഞ്ഞ സമയം കൊണ്ടാണെങ്കിലും മാന്യ പ്രേക്ഷകരോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി സാർ. നന്ദി. നമസ്കാരം. ഓം നമഃ ശിവായ.